بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه والشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشانه، وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه. أما بعد. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ഗസാവി ചർച്ച ചെയ്ത വിഷയം നമ്മളിലൂടെ വിട്ടുകൊണ്ടിരിക്കുന്നതായ ഈ പരീക്ഷണത്തെക്കുറിച്ചും ഈ കൊറോണ യുഗത്തെക്കുറിച്ചും അതിനോട് വിടവാങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പെട്ടെന്ന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശേഷം എന്തായിരിക്കും നമ്മിൽ നിന്നിട്ട് അല്ലാഹു പ്രതീക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. വാസ്തവത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളോട് പണ്ട് തന്നെ അവന്റെ സുന്നത്ത് ചര്യ അനുസരിച്ച് പെരുമാറാറുള്ളതായ രീതി എന്താണെന്ന് പഠിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇന്ന് മദീന ഇമാമും സൂചിപ്പിക്കുകയുണ്ടായി, ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം. ഇതെല്ലാം നാം മനസ്സിലാക്കാൻ ഏറ്റവും ഉത്തമമായ രീതി നമ്മുടെ അനിശ്ചിത നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിസാലത്ത് ജീവിതത്തിലൂടെ വിട്ടുകടന്നതായ പരീക്ഷണങ്ങൾ നാം വീക്ഷിച്ചാലും പരിശോധിച്ചാലും മതിയാവുന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് എല്ലാ രൂപത്തിലുള്ളതായ പ്രയാസങ്ങൾ ആദ്യം അനുഭവിക്കേണ്ടി വന്നു. ഈ പ്രയാസങ്ങൾ അനുഭവിച്ച കാലഘട്ടങ്ങൾ അത് നമുക്കറിയാവുന്നതുപോലെ അധികവും മക്ക ജീവിതത്തിലായിരുന്നു. എന്നാൽ മക്ക ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പ്രയാസങ്ങൾ നമുക്ക് എണ്ണിത്തീർക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള, കോലപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങളായിരുന്നു എന്ന് നമുക്കറിയാമെങ്കിലും മദീനയിലേക്ക് വന്ന ശേഷവും മക്കയോട് വിട വാങ്ങിയ ശേഷവും ആ പരീക്ഷണം വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. കാരണം മദീനയിലേക്ക് എത്തിയപ്പോൾ ശത്രുക്കളുടെ ഇനങ്ങളും ശത്രുക്കളുടെ എണ്ണങ്ങളും വർദ്ധിച്ചു വന്നതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളുടെ ഇനങ്ങൾ വർദ്ധിക്കുകയുണ്ടായി. മക്കയിലുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യേണ്ടി വന്നിരുന്നില്ല. കാരണം യുദ്ധത്തിനുള്ള കൽപ്പന ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് അവരുടെ ദഅവത്തിന് മുമ്പിൽ ശത്രുക്കൾ അവർ പടവൊരുതിയിരുന്നതായ സന്ദർഭത്തിൽ ഭീഷണിയും ശകാരവും ചീത്തയും ആക്ഷേപവും കല്ലേറും എല്ലാം സഹിക്കേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്നതായ വളരെ ചുരുക്കം കൈകൊണ്ടെണ്ണാൻ മാത്രമുള്ള അനുചരന്മാർക്കും അതേ രൂപത്തിലുള്ളതായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആ പ്രയാസങ്ങളെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ ഇറങ്ങിയതായ ഖുർആനിലുള്ളതായ ആയത്തുകൾ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലാഹു റസൂലിനെ സമാധാനിപ്പിക്കുകയായിരുന്നു. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതായ എല്ലാ നബിമാർക്കും എല്ലാ നിങ്ങളെപ്പോലത്തതായ ഈ അള്ളാഹുവിന്റെ റിസാലത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിർണയിക്കപ്പെട്ട വിഭാഗത്തിനും അനുഭവിക്കേണ്ടി വന്ന കഷ്ടത നിങ്ങൾ കണ്ണോടിക്കുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ കഷ്ടത അത് പുത്തനല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മറിച്ച് എല്ലാ നബിമാർക്കും ഉള്ളതായ രീതിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ സൂറത്തുകളിലൂടെ, ഇറക്കിയതായ ആയത്തുകളിലൂടെ, ഇറക്കിയതായ സംഭവ വികാസങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പഠിപ്പിച്ചു കൊടുക്കുകയും അപ്രകാരം തന്നെ അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദഅവത്ത് മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകുവാൻ അത് പാഠമാകുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു ട്രെയിനിങ് നൽകുകയും ചെയ്തതായ രീതിയാണ് മക്ക ജീവിതം. എന്നാൽ അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവസാനമായി മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെ, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെ ഹിജ്റ പോകേണ്ടി വന്നു. അവരുടെ കൂടെയുള്ളതായ അനുചരന്മാർക്കും സഹാബാക്കൾക്കും ഹിജ്റ പോകേണ്ടി വന്നു. അങ്ങനെ മദീനയിലേക്ക് എത്തിയതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട 10 വർഷം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പോരാട്ടങ്ങളും യുദ്ധങ്ങളും നടത്തിക്കൊണ്ടേയിരുന്നു. മറ്റു മക്കയിൽ ഉണ്ടായിരുന്നതായ സന്ദർഭത്തിൽ ഇല്ലാത്ത രൂപത്തിലുള്ളതായ ഒരു പുതിയതായ പരീക്ഷണമാണ് പിന്നെയും സംഭവിച്ചിരുന്നത്. അപ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം എന്നത് പുത്തനല്ല. സത്യത്തിൽ അടിയുറച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന
ഏത് വിഭാഗത്തിനും പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്നതാണ് നബിമാരുടെ ജീവിതം കുറിച്ചത്. അതുപോലെ തന്നെയാണ് പ്രബോധകന്മാരുടെ ജീവിതം കുറിക്കേണ്ടതും. അതുപോലെ തന്നെയാണ് സത്യവിശ്വാസികളായി ജീവിക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്നതാണ്. എന്നാൽ ഈ പരീക്ഷണം ഉണ്ടാവുക എന്നതിൽ അള്ളാഹു പറയുന്ന ശൈലി കാണുക, ഓരോ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭിന്ന വിഭാഗത്തെ നാം ഇവിടെ സൃഷ്ടിച്ച് അയച്ചുകൊണ്ടേയിരുന്നു. അവരിൽ സത്യവിശ്വാസികളും സാലിഹീങ്ങളും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടായിരുന്നു. അവരിൽ അതിന് വിപരീതം ജീവിക്കുന്നവരും ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ഞാൻ പരിശോധിച്ചു, ബിൽ ഹസനാത്തി നന്മകൾ കൊണ്ട് പരിശോധിച്ചു, വസ്സയ്യാത്തി തിന്മകൾ കൊണ്ട് പരിശോധിച്ചു. എന്തിനാണ്? ലഅല്ലഹും യർജിഊൻ, അവർ സത്യത്തിലേക്ക് നന്മയിലേക്ക് മടങ്ങാൻ വേണ്ടി തന്നെ. അപ്പോൾ പണ്ട് അള്ളാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ്, എപ്പോൾ അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചുവോ അന്നു മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം അവരുടെ ഇടയിൽ നടത്തിക്കൊണ്ടേയിരുന്നു. ആ പരീക്ഷണം നന്മയിലൂടെയും ഉണ്ടായിരുന്നു, തിന്മയിൽ കൂടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്ന ആയത്തിനെ കുറിച്ച്, ഒരു ശൈലിയെ കുറിച്ച് ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് യുദീഖുഹും ബഅദല്ലദീ അമിലു. ഇവിടെ ഫസാദ് വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ്, അഥവാ തോന്നിവാസങ്ങളും അനാചാരങ്ങളും വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ്. ഫസാദ് ബർറിലും ബഹറിലും, അഥവാ കരയിലും കടലിലും വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ്. എന്തേ? ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ പ്രവർത്തിച്ചതായ ക്രൂര കൃത്യത്തിന് റിസൾട്ടായിട്ടാണ് സംഭവിച്ചത്. ഇവിടെ അള്ളാഹു പരിശോധിക്കുന്ന പരീക്ഷണങ്ങൾ, ഇവിടെ സൃഷ്ടികളിൽ നിന്നിട്ട് വരുന്നതായ പ്രവർത്തനങ്ങളുടെ ആ പ്രവർത്തനങ്ങൾക്കുള്ള ഫലമായിട്ട് അതിന്റെ ചെറിയ രൂപം മാത്രമാണ്. അഥവാ ഫലം എന്ന് പറഞ്ഞാൽ പ്രതികാരമല്ല. പ്രതികാരം, ശരിയായുള്ള പ്രതികാരം വിചാരണയുടെ ലോകത്തിൽ, പരലോകത്തിൽ അനുഭവിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. അവർ ചെയ്തതിൽ നിന്നിട്ട് ചിലത്, എല്ലാ തെറ്റുകളുമല്ല, എല്ലാവരുടെ ക്രൂരകൃത്യങ്ങളല്ല, എല്ലാ ഫസാദുകളല്ല, മറിച്ച് അവർ ചെയ്തതിൽ നിന്നിട്ട് ചിലതിനെ മാത്രം അവർക്ക് ഉണർത്താൻ വേണ്ടി, അവരോട് നിങ്ങൾ ഇപ്പോൾ ശരിയായ രൂപത്തിലല്ല ചലിക്കുന്നത്, നിങ്ങൾ അള്ളാഹു കൽപ്പിച്ച രൂപത്തിലല്ല ചലിക്കുന്നത്, നിങ്ങളുടെ റൂട്ട് തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് അവരെ ഉണർത്താൻ വേണ്ടി അള്ളാഹു പണ്ട് തന്നെ ചെയ്യാറുള്ളതാണ്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നമ്മളിലേക്ക് അയച്ചതായ ഈ പുതിയ യുഗമാകുന്ന കൊറോണ യുഗം അതാണ് കുറിക്കുന്നത്. ഇത് പരീക്ഷണമാണ്. ഈ പരീക്ഷണം ഇപ്പോൾ വിട്ടുകടന്നാൽ അത് അല്പം കഴിഞ്ഞാൽ വിട്ടുകടക്കും. കുല്ലു ഷൈഇൻ ലാ യദൂം, ഒരു വസ്തുവും ഇവിടെ സ്ഥിരമായി നിൽക്കുന്നതില്ല, ഒന്നുമില്ല. ഈ ദുനിയാവ് തന്നെ ഇവിടെ സ്ഥിരമായിട്ടുള്ളതല്ല, പിന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ. എന്നിരിക്കവേ ഈ താൽക്കാലമായിട്ട് അല്പകാലത്തേക്ക് മാത്രമുള്ളതായ ഈ പരീക്ഷണം, ആ പരീക്ഷണത്തോട് നാം വിട വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നൊരു ചോദ്യചിഹ്നമോടെ എടുക്കുന്നു. ആ ചോദ്യചിഹ്നത്തിന് മറുപടി നാമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, നാമാണ് അതിന് മറുപടി നൽകേണ്ടത്. അതുകൊണ്ടാണ് ആ ചോദ്യചിഹ്നം ഇന്ന് മക്ക ഇമാമ് പ്രത്യേകം ഉണർത്താൻ കാരണം. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ വിട്ടുകടന്നതായ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ അങ്ങേ അറ്റത്തെ പരീക്ഷണത്തിൽ റസൂലുള്ള നാടുവിടേണ്ടി വന്നു, പ്രയാസപ്പെടേണ്ടി വന്നു. പല രംഗങ്ങളിലും റസൂലുള്ളാഹിക്ക് ഏറുകൊണ്ട്, ഇടികൊണ്ട്, അടികൊണ്ട്, കഴുത്തിൽ വള്ളിയിട്ട് മുറുക്കപ്പെട്ടു, സഹാബാക്കളെയും കൊല്ലപ്പെട്ടു, സഹാബാക്കൾ എന്നിട്ട് ധാരാളം പേര് നാട് കടത്തപ്പെട്ടു. അങ്ങനെ പല പല പരീക്ഷണങ്ങളും ആ മക്ക ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ ശേഷം പിന്നെ മദീന ജീവിതത്തിൽ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ 70ഓളം പോരാട്ടങ്ങൾ റസൂലും സഹാബത്തും കൂടി നടത്തി. അതിൽ നിന്നിട്ട് റസൂൽ സ്വയം 28ഓളം പോരാട്ടങ്ങളിൽ സ്വയം പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള മഹാപരീക്ഷണം, അഥവാ ഒരു വിശ്രമമില്ലാത്തതായ പരിശ്രമം. അവര് ഇവിടെ വിശ്രമിക്കുക എന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നില്ല. ചിലപ്പോൾ യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഖന്തഖ് യുദ്ധം സംഭവിച്ചതുപോലെ, അഹ്സാബ് യുദ്ധത്തിൽ സംഭവിച്ചതുപോലെ, അപ്പോഴി തന്നെ മഹാനായ മലക്ക് ജിബ്രീൽ സഹിഹായ ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ടതുപോലെ വന്നിട്ട് നബിയോട് പറയുകയാണ്, ഞങ്ങൾ ഇതുവരെ ആയുധം വെച്ചിട്ടില്ല, ഞങ്ങൾ വിശ്രമിച്ചിട്ടില്ല, നിങ്ങൾ വിശ്രമിക്കാനോ എന്ന് ചോദിക്കുകയും ഉടനെ തന്നെ പുറപ്പെടാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. മാസങ്ങൾ കുട്ടികളും സന്താനങ്ങളും കുടുംബങ്ങളും ഭാര്യമാരുമായി വിട്ടുനിന്ന്, മാസങ്ങൾ വിട്ടുനിന്ന് പരീക്ഷണത്തിൽപ്പെട്ട് കിടങ്ങു കുഴിച്ച് പ്രയാസപ്പെട്ട റസൂലും 3000ഓളം സഹാബാക്കളും മടങ്ങി വന്നപ്പോൾ അവരെ വിശ്രമിക്കാൻ അള്ളാഹു അനുവദിച്ചില്ല. അവരോട് വിശ്രമിക്കരുത്, മറിച്ച് ഈ നിങ്ങൾ തുടങ്ങി വെച്ചതായ പോരാട്ടത്തിന്റെ പരിപൂർണത അത് ബനൂ ഖുറൈള എന്ന ആ ജൂത വകുപ്പിനെ നിങ്ങൾ നിർമാർജനം ചെയ്യുകയും, അവര് രാജ്യദ്രോഹികളായിരുന്നു, അവർ ചെയ്തതായ ആ മഹാ അക്രമത്തിന്, ആ മഹാക്രൂര കൃത്യത്തിന് നിങ്ങൾ പകരം ചോദിക്കാതെ നിങ്ങൾ വിശ്രമിക്കാൻ പാടില്ല എന്ന കൽപ്പനയാണ് വന്നത്. അപ്പോൾ അവിടെ റസൂലും സഹാബ
സഹാബത്തും വിഷമമില്ലാത്ത രൂപത്തിലുള്ളതായ പരിശ്രമം ഇവിടെ റസൂലിനും സഹാബത്തിനും മക്കയിലും മദീനയിലും അനുഭവിക്കേണ്ടി വന്നു. അതിനിടക്ക് ചില ഫുതുഹാത്തുകൾ, അതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായ പ്രധാന ഭാഗം. അതെന്താണ്? റസൂലുള്ളാഹിക്ക് ഫുതുഹാത്തുകൾ വന്നു. അതിൽ മക്ക ഫതഹ് അതിൽ പ്രധാനപ്പെട്ട ഫതഹാണ്. മക്ക ഫതഹോട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മക്കയുടെ പരിസരത്തിലും മദീനയുടെ പരിസരത്തിലും ജസീറ എന്ന് പറയുന്ന അറബ്യൻ ഉപഭൂഖണ്ഡത്തിലും ഏകദേശം ഈ മതം, ഈ തത്വം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ഏകദൈവ വിശ്വാസം, ഈ അള്ളാഹുവിലെ അർപ്പിക്കുക എന്നതാ ഈ തത്വം, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കുക എന്ന തത്വം, അള്ളാഹു ഷിട്ടികൾ നിട്ട് ഉദ്ദേശിച്ചതായ ലക്ഷ്യം, അത് നിറവേറ്റാൻ വേണ്ടിയുള്ളതായ ആ പരിശ്രമം അത് ഏകദേശം വിജയിച്ചു. വിജയിക്കാനുള്ള വാതിലുകൾ തുറന്നു കിട്ടി. അതാണ് ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീനാ, നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട ഫതഹ് ഞാനിതാ നൽകിയിരിക്കുകയാണ് എന്ന് മുൻകൂട്ടി ഹുദൈബിയ സന്ധി നടന്ന സന്ദർഭത്തിൽ തന്നെ ഫതഹ് സൂറത്ത് ഇറങ്ങിയത് നമുക്കറിയാവുന്നതാണ്. ആ ഫതഹിലേക്ക് സൂചനയാണ്. അങ്ങനെയുള്ള ഫതഹ് സംഭവിച്ചതിന് ശേഷം പിന്നെന്താണ് സംഭവിച്ചത്? നമുക്കറിയാവുന്നതുപോലെ മക്ക ഇമാമ് ചോദിക്കുകയാണ്, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതിയ ജീവിതത്തിൽ അഥവാ ഫതഹ് സംഭവിച്ചതിന് ശേഷം ഉണ്ടായതായ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? പരിശ്രമം നിർത്തിയോ? അല്ലെങ്കിൽ പണ്ടുള്ള പരീക്ഷണമില്ലല്ലോ, ഇപ്പോൾ ഒന്ന് വിശ്രമിക്കാമല്ലോ എന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയോ? സഹാബാക്കൾക്ക് തോന്നിയോ? ഇല്ല. അവര് ഇബാദത്തിൽ മുഴുകുവാനും അള്ളാഹു ഇറക്കിക്കൊണ്ടേ ഉണ്ടായിരുന്നതായ ഈ സംഭവിച്ചതായ യുദ്ധങ്ങളുടെ എല്ലാം കൂടെ യുദ്ധങ്ങളോടൊപ്പം നിയമാവലികൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു, വിധിവിലക്കുകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു, ആയാത്തുകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു, ദൃഷ്ടാന്തങ്ങൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു, അഹ്കാമുകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെയുള്ളതായ അഹ്കാമുകൾ, അതിൽ യുദ്ധം ചെയ്യുന്ന വേളയിൽ വരെ നമസ്കാരം നിർത്താൻ പാടില്ല എന്നും യുദ്ധം ചെയ്യുന്ന വേളയിൽ വരേക്കും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടേയിരിക്കണമെന്നും മുറിയാതെ സ്മരിക്കുക എന്ന അള്ളാഹുള്ള സ്മരണ, അള്ളാഹുനെ ഓർക്കുക എന്ന ആ മഹാ ഇബാദത്ത് നിങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന നിർബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിലൂടെ ഖുർആനിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ ഇറക്കിക്കൊണ്ടേയിരുന്ന സന്ദർഭത്തിൽ അതിലൂടെ റസൂലും സഹാബത്തും മനസ്സിലാക്കിയതായ ഒരു മഹാ പോയിന്റ് ആയിരുന്നു, മഹാ തത്വമായിരുന്നു. ഇവിടെ വിശ്രമിക്കാനുള്ള ലോകമല്ല, ഇത് പരിശ്രമിക്കാനുള്ള ലോകമാണ്. അതുകൊണ്ട് ഈ യുഗത്തിൽ, ഈ കൊറോണ യുഗത്തിൽ നമുക്ക് ചെറിയ പരിശോധന വരുന്ന സന്ദർഭത്തിൽ ഈ പരിശോധനയോട് അടുത്ത കാലത്ത് അള്ളാഹു നമുക്ക് വിടവാങ്ങാൻ തൗഫീഖ് നൽകട്ടെ. വിടവാങ്ങി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത്? പണ്ട് മക്കക്കാരിൽ സംഭവിച്ചതുപോലെ, കാഫിരീങ്ങൾ സംഭവിച്ചതുപോലെ എന്നാണ് സത്യനിഷേധികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. അവരിലേക്ക് നാം ഇറക്കിയതായ പരീക്ഷണങ്ങളെ നാം ദൂരപ്പെടുത്തുകയാണെങ്കിൽ, നാം അതിൽ നിന്നിട്ട് മുക്തി നൽകുകയാണെങ്കിൽ അവര് പരാക്രമികളായി, അവര് വീണ്ടും അസത്യത്തിലേക്കും ശിർക്കിലേക്കും തോന്നിവാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ബിദ്അത്തുകളിലേക്കും അവര് മടങ്ങും എന്ന ആ പ്രത്യേകതയാണ് സത്യനിഷേധികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന വിഭാഗത്തെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ ഇൻസാൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് പലതവണ സംസാരിക്കുന്നതായിട്ട് കാണാം. മനുഷ്യന് അഥവാ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശരിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കി നടപ്പാക്കേണ്ടത് നടപ്പാക്കാതെയും വിട്ടുനിൽക്കേണ്ടത് വിട്ടുനിൽക്കാതെയും ജീവിക്കുന്ന സത്യനിഷേധികളിലേക്കാണ് സൂചന. അങ്ങനെയുള്ള മനുഷ്യന്മാര് വല്ല പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് റബ്ബേ ഈ പ്രയാസത്തെ ദൂരപ്പെടുത്തണമേ രക്ഷിതാവേ, ഈ പ്രയാസം അകറ്റേണ്ട രക്ഷിതാവേ, ഈ പ്രയാസം ദൂരപ്പെടുത്തണ രക്ഷിതാവേ, ഞങ്ങൾ നിന്റെ കൽപ്പന അനുസരിച്ച് നിന്റെ വിധികളെ ഞങ്ങൾ നടപ്പാക്കും, നിന്റെ കൽപ്പനകളെ ഞങ്ങൾ ഫിറ്റാക്കും, ഞങ്ങൾ ഇനി ഭാവി ജീവിതത്തിൽ തോന്നിവാസത്തിലേക്ക് മടങ്ങുകയില്ല എന്നൊക്കെ പ്രയാസം വരുന്ന സമയത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതായ വിഭാഗം എന്താണ് സംഭവിക്കാറുള്ളത്? അള്ളാഹ് പറയുന്നു, ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅല്ലം യദ്ഉനാ ഇലാ ദുർറിൻ മസ്സഹു. സുബ്ഹാനല്ലാഹ്, അവരുടെ ആ ദുർറിനെ, അവരിലുള്ള പ്രയാസത്തെ നാം ദൂരപ്പെടുത്തി കഴിഞ്ഞാൽ അവരെന്ത് സംഭവിക്കും? നമ്മുടെ നാടൻ ഭാഷയിൽ വാല് കുഴലിട്ടതുപോലെ കുഴല് വലിക്കുമ്പോൾ വാല് വളയും. മുമ്പുള്ള അതേ രൂപത്തിലേക്ക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ, മക്ക ഇമാമു മദീന ഇമാമു സൂചിപ്പിച്ചതുപോലെ നിർബന്ധിത അവസ്ഥയിൽ നാം അനാചാരങ്ങളുടെ കേന്ദ്രങ്ങളും അനാചാരങ്ങൾ വ്യാപകമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായ സ്ഥലങ്ങളെല്ലാം നാം പൂട്ടിവെച്ചു, താൽക്കാലികമായി പൂട്ടിവെക്കപ്പെട്ടതാണ്. എന്താണ് അത് കുറിക്കുന്നത്? അത് നല്ലതായിരുന്നു, അത് വേണ്ടാത്തതായിരുന്നു, അത് ഒഴിവാക്കേണ്ടതായിരുന്നു
പൂട്ടിപ്പിക്കലായിരുന്നു. അള്ളാഹു നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പൂട്ടിപ്പിച്ചു. അങ്ങനെ പൂട്ടിപ്പിച്ച ഈ സന്ദർഭത്തിൽ നമുക്ക് അതില്ലാതെ തന്നെ, അത് തെറ്റ് ചെയ്യാതെ തന്നെ, വ്യഭിചരിക്കാതെ തന്നെ, കള്ളു കുടിക്കാതെ തന്നെ, തോന്നിവാസം ചെയ്യാതെ തന്നെ, കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും ഹൃദയം കൊണ്ടും അള്ളാഹ് വിരോധിച്ചതായ കാര്യങ്ങൾ ചെയ്യാതെ തന്നെ ഇവിടെ ജീവിക്കാൻ സാധിക്കും എന്നത് നമ്മെ കൊണ്ട് പ്രവർത്തനത്തിലൂടെ അള്ളാഹു കുറിപ്പിച്ചു. ആ കുറിപ്പിച്ച ശേഷം വീണ്ടും നമുക്ക് അള്ളാഹു നിഅമത്ത് മടക്കി തരുന്നു. അതങ്ങനെ അള്ളാഹു ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിഅമത്ത് അള്ളാഹു നമുക്ക് മടക്കി തന്നു കഴിഞ്ഞാൽ, ഈ പ്രയാസയുഗം നമ്മളോട് വിടവാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ യുഗത്തിലേക്ക് നാം മടങ്ങുമ്പോൾ അള്ളാഹിനെ സ്മരിക്കുകയാണോ വേണ്ടത്, അല്ല സ്മരിക്കാതിരിക്കുകയാണോ വേണ്ടത്? അള്ളാഹുന്റെ കൽപ്പന ലംഘിക്കുകയാണോ വേണ്ടത്, അള്ളാഹ് കൂടുതൽ നന്ദിയുള്ളവരായി മാറുകയാണോ വേണ്ടത്? അതാണ് പ്രശ്നം. അവിടെയാണ് ഇന്ന് മക്ക ഇമാമു ചോദ്യചിഹ്നം കുറിച്ചത്. ഈ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടാവേണ്ടതാണ്. നാം ഇതിന് മറുപടി കണ്ടെത്തണം. നാം അതിന് സത്യപ്രതിജ്ഞ ചെയ്യണം റബ്ബിനോട്. ഇനിമേലിൽ അള്ളാഹുവേ, ഈ പ്രയാസങ്ങളെ ഞങ്ങൾ ദൂരപ്പെടുത്തി കഴിഞ്ഞാൽ റസൂൽ ഞങ്ങൾ മാതൃക ഉൾക്കൊണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹിന്റെ ശേഷം ഫതഹ് നടത്തിയതായ സന്ദർഭത്തിൽ എന്താ മക്കത്ത് കാട്ടിയത്? കഅബയെ ക്ലിയർ ആക്കി, കഅബത്തിനകത്തുള്ള പ്രതിമകളെ തകർത്തി. അള്ളാഹു അതിനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുത്തു. 360ഓളം ബിംബങ്ങളെ അവിടെ കയറ്റിവെച്ചിട്ട് ആ ബിംബങ്ങൾ നിന്നിട്ട് സാലിഹീങ്ങളായ നബിമാരുടെ എല്ലാം ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ആ സാലിഹീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി അവരെ ഇടയാളാക്കി അവരെ അള്ളാഹുവിനെ തരം താഴ്ത്തുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ് കേൾപ്പിന്റെ മുമ്പിൽ ചോദ്യചിഹ്നം വെക്കുകയും ചെയ്തതായ ഒരു രീതിയായിരുന്നു മക്കക്കാർ കാട്ടിയിരുന്നത്. അതിന് അറുതി കുറിക്കാൻ വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. അങ്ങനെ നിയോഗിക്കപ്പെട്ടതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മക്കയിലേക്ക് വരാൻ ചാൻസ് നൽകും എന്ന സന്തോഷ വാർത്ത മുൻകൂട്ടി നൽകിയത് നാം സാധാരണ കേട്ടതാണ്. ആ നൽകിയതനുസരിച്ച് വീണ്ടും മക്കയിലേക്ക് വിജയിച്ചുകൊണ്ട് 10,000-ഓളം പട്ടാളുമായിട്ട് കടന്നു വന്നു. ആ കടന്നു വന്ന സന്ദർഭത്തിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് റസൂല് കയറിയതായ അൽ ഖസ്വ എന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞയിലേക്ക് അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അതേ സമയത്ത് സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ആ പ്രയാസത്തിന്റെ ആ രൂപം കാണിച്ചു കൊടുക്കാൻ വേണ്ടി 8 റക്അത്ത് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ചിട്ട് നമസ്കരിച്ചു എന്നതാണ്. ഈ 8 റക്അത്ത് നമസ്കാരത്തെ കുറിച്ച് ചില പണ്ഡിതന്മാർ ദുഹ നമസ്കാരമാണെന്ന് പറയുന്നു. മറ്റു ചില പണ്ഡിതന്മാര് അത് ഫതഹിന് വേണ്ടിയുള്ള അള്ളാഹു ഫതഹാക്കിയതിന് വേണ്ടിയുള്ള നന്ദി പ്രകടനമായിരുന്നു. അതേ നന്ദി പ്രകടനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിന്റെ അകത്ത് കയറി ക്ലിയർ ആക്കിയതിന് ശേഷം ഉസാമയും അലിയൊക്കെ കൂടെയുണ്ട്. അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത്. ആ നമസ്കാരം കഅബത്തിന്റെ അകത്ത് വെച്ചിട്ട് നമസ്കരിക്കുകയുണ്ടായി. നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയുണ്ടായി. എന്നിട്ട് ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖ, ഹഖ് പ്രകടമായി, അസത്യം നാമാവശേഷപ്പെട്ടു. ഇനിമേലിൽ ഇവിടെ ശിർക്കില്ല, ഇനിമേലിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലില്ല, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കലില്ല, അല്ലാഹു അല്ലാത്തവർക്ക് അറക്കലില്ല, അല്ലാഹു അല്ലാത്തവരെ ആരാധനയുടെ ഏത് ഇനങ്ങളും അവർക്ക് നൽകലില്ല. അത് ശിട്ടികളാവട്ടെ, വസ്തുക്കളാവട്ടെ, വ്യക്തികളാവട്ടെ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, അമ്പിയാക്കന്മാരാവട്ടെ, സാലിഹ്യങ്ങളാവട്ടെ, ആരും തന്നെ ഇല്ല എന്നത് കുറിക്കാൻ വേണ്ടിയാണ് അവിടെ മക്കക്കാഫിരീങ്ങൾ കയറ്റിവെച്ചതായ പ്രതിമകൾ അത് കുറിക്കുന്നു. ആ ബിംബങ്ങൾ അത് കുറിക്കുന്നു. കാരണം ബിംബങ്ങളുടെ കൂട്ടത്തിൽ ബുഖാരിയിലുള്ളതുപോലെ, സഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇബ്നു അബ്ബാസ് പറയുന്നത് പോലെ റസൂലുള്ളാഹി മക്ക റിപ്പബ്ലിക് നടത്തിയ സന്ദർഭത്തിൽ ആ ക്ലിയർ ആക്കിയ, അവിടെ തകർത്തിയ, അവിടെ തമർത്തിയ ആ ബിംബങ്ങൾ ആരുടെ പേരിലായിരുന്നു അവരുണ്ടാക്കിയത്? ഇബ്രാഹിമിന്റെ പേരിലും ഇസ്മായിലിന്റെ പേരിലും ഇസ്ഹാഖിന്റെ പേരിലും മഹാത്മാക്കളുടെ പേരിലും എന്ന ഔലിയാക്കന്മാരുടെ പേരിലും സാലിഹ്യങ്ങളുടെ പേരിലുമായിരുന്നു. അവരുടെ എല്ലാം ബിംബങ്ങളെ തകർത്തപ്പെട്ടു. അവരുടെ പേരിൽ അവിടെ സ്ഥാപിച്ചതായ ആരാധനകൾ, അള്ളാഹു അല്ലാത്തവർക്കുള്ള അറിവ്, നേർച്ച പോലോത്തതിനെ അവിടെ അറുതി വരുത്തപ്പെട്ടു. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് പുലർന്നു. ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ, ബാതിൽ അഥവാ അനാചാരം, അനിസ്ലാമികത്വം അത് നിർമാർജനം ചെയ്യപ്പെട്ടു. ഇന്നൽ ബാതില കാന സഹൂഖ, ബാതിലി എന്ന അനാചാരത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, അത് നിർമാർജനം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന ആ പ്രഖ്യാപനമാകുന്ന സൂറത്തുൽ ഇസ്രായിലുള്ളതായ ആ ആയത്ത് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയും കൊണ്ട് ആ ആയത്ത് ഓതിയും കൊണ്ടായിരുന്നു മക്കയിലുള്ളതായ
കഅബത്തിന്റെ പരിസരത്തിലുള്ളതായ ആ പ്രതിമകളെ തകർത്തി തെരിപ്പണമാക്കിയത്. എന്നിട്ടാണ് നന്ദി പ്രകടനം ചെയ്തത്. ആ നന്ദി പ്രകടനമാണ് നമ്മുടെ വിഷയം. നമുക്കിപ്പോൾ മക്ക ഇമാമിന്റെ പ്രസംഗത്തിന്റെ രക്തചുരുക്കമായിട്ട് നാം പഠിക്കേണ്ടത്. പ്രയാസം നീങ്ങി കഴിയുമ്പോൾ കൂടുതലായി നന്ദി ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ശുക്ർ ചെയ്ത് രാത്രിയെ മുഴുവൻ ചിലപ്പോൾ ഹയാത്താക്കി നമസ്കരിക്കുമ്പോൾ ബിലാലും ആയിഷയും ചോദിക്കുന്നു, അല്ല ദൂതരെ, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നു? ലഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നിങ്ങൾക്ക് കഴിഞ്ഞുപോയതും വരാൻ പോകുന്നതുമായ ദോഷങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും പ്രയാസപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ മറുപടി എന്തായിരുന്നു? അഫലാ അകൂനു അബ്ദൻ ശകൂറ. ഞാൻ അള്ളാഹുവിന്റെ ശക്കൂറായ, കൂടുതൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന, അതാണ് ശക്കൂർ എന്ന വാക്കിന്റെ അർത്ഥം, കൂടുതൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അടിമയാവേണ്ടതില്ലേ? ഈ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ മുമ്പിൽ ഫതഹാക്കാനുള്ള ചാൻസ് വന്നു. ഈ നാട്ടിന്റെ പരിസരത്തിൽ, മദീനയുടെ പരിസരത്തിലുള്ളതായ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ ജൂതന്മാരടക്കമുള്ള പല ഇനങ്ങളെ യുദ്ധങ്ങളിലൂടെയും അല്ലാതെയും ഫതഹാക്കി അവരെ നിർമ്മാർജ്ജനം ചെയ്ത് അവരുടെ നാട്ടിനെ തന്നെ മാറ്റിമറിച്ച് ഈ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റി, ആ നാട്ടിലുള്ളവരെ മാറ്റിമറിച്ച് അവരെയെല്ലാം മുസ്ലിങ്ങളാക്കി മാറ്റി ഇസ്ലാമിലേക്ക് എന്ന ആ സൂറത്ത് ഇറങ്ങുന്ന സന്ദർഭം അതായിരുന്നു. അള്ളാഹുവിന്റെ സഹായം വന്നു, ഫതഹ് വന്നു. അതോടൊപ്പം ലോകത്തിന്റെ നാനാ തുറകളിൽ നിന്നിട്ട്, അഥവാ അൽ ജസീറയുടെ അറബ്യൻ ഭൂഖണ്ഡത്തിന്റെ നാനാഭാഗത്തിൽ നിന്നിട്ട് കൂട്ടമായിട്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഉദിച്ചുകൊണ്ടേയിരിക്കുന്ന രംഗം വന്നു കഴിഞ്ഞാൽ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. അവിടെയാണ് പ്രശ്നം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ നാഥനെ നീ സ്തുതികീർത്തനം ചെയ്യുക, നിന്റെ നാഥനെ നീ ആദരിക്കുക, ബഹുമാനിക്കുക, കൽപ്പന അനുസരിച്ച് ജീവിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നീ പൊറുക്കൽ ചോദിക്കുക, അല്ലാഹുവിലേക്ക് മടങ്ങുക. അപ്പോൾ അടിമയായ ഞാൻ, അടിമയായ നീ, അടിമയായ നിങ്ങൾ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ക്ഷമ കൈകൊണ്ടുകൊണ്ട് തവക്കുലാക്കി അതിന്റെ അസ്ബാബുകൾ, മുസബ്ബിബാത്തുകൾ നാം ഉപയോഗപ്പെടുത്തുന്നതോടുകൂടി തന്നെ നാം മുഖം മൂടുന്നു, കൈ കഴുകുന്നു, ശുദ്ധീകരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? കൊറോണ തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി, ആ കൊറോണയിലൂടെ അല്ലെങ്കിൽ ആ വൈറസ് കയറി പോകാതിരിക്കാൻ വേണ്ടി. അതൊക്കെ അസ്ബാബുകൾ മാത്രമാണ്, കാരണങ്ങൾ മാത്രമാണ്. അവിടെയും തവക്കുല് വേണം. പരിപൂർണമായ തവക്കുലോട് കൂടി അള്ളാഹിലേക്ക് ബരമേൽപ്പിച്ചിട്ടല്ലാതെ നാം അതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ആ തവക്കുലിന്റെ ഒരു ഭാഗമാണ് അസ്ബാബുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നത്. ആ അസ്ബാബുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിന്നിട്ട് അതിനെ പിൻവലിപ്പിച്ചാൽ, അഥവാ ആ പരീക്ഷണത്തിൽ നിന്നിട്ട് നമുക്ക് മോചനം നൽകി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിയതുപോലെ നന്ദി പ്രകടിപ്പിക്കുന്നതിൽ വർധനവ് കൂട്ടുക, ആരാധനയിൽ കൃത്യനിഷ്ഠത ഉണ്ടാക്കുക. വല്ല തെറ്റുകളും വരുമ്പോൾ സഹാബാക്കൾക്ക് ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് അതിന്റെ വിശദാംശമാകുന്ന സുന്നത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വാർത്തെടുക്കുകയായിരുന്നു, അവർക്ക് ട്രെയിനിങ് നൽകുകയായിരുന്നു. അതുകൊണ്ടാണ് നാം അൽ ഖവ്വാമീൻ, അസ്സവാമീൻ, അർറബ്ബാനിയീൻ അങ്ങനെയുള്ളവരെയാണ് ഇവിടെ കണ്ടത്. റബ്ബാനികളായി മാറി, റബ്ബിന്റെ ആൾക്കാരായി മാറി. അപ്പോൾ നാം ഇങ്ങനെയുള്ളതായ പരീക്ഷണങ്ങളോട് വിടവാങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കേണ്ടതും, തെറ്റുകളോട് വിടവാങ്ങാൻ നമ്മെ അത് പ്രേരിപ്പിക്കേണ്ടതും. ഇനിമേലിൽ ഞാൻ നിന്നോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഇനി ഞാൻ നിനക്കല്ലാതെ ആരാധിക്കുകയില്ല, ഇനിമേൽ നിന്റെ കൽപ്പനയില്ലാതെ ഞാൻ സ്വീകരിക്കുന്നതല്ല, നിന്റെ റസൂല് പറഞ്ഞതിനെ ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തും എന്ന സത്യപ്രതിജ്ഞ നാം ഇതുവരെ തൊള്ളുകൊണ്ട് പറയാറുണ്ട്. പറഞ്ഞാൽ പോരാ, പ്രവർത്തനം കുറിക്കണം. തൊള്ളുകൊണ്ട് റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്നൊക്കെ നാം ബാങ്ക് അവസാനിച്ചു കഴിഞ്ഞാൽ ചെല്ലേണ്ട ദിക്റിൽപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ ചെല്ലുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ തൊള്ളുകൊണ്ട് മാത്രം ചെല്ലിയാൽ പോരാ, മറിച്ച് ഇങ്ങനെയുള്ള രംഗങ്ങൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നാം എത്താൻ വേണ്ടിയാണ്. അതെന്താണ്? നാം ശാകിരീങ്ങളായിരിക്കണം, നാം അള്ളാഹുക്ക് നന്ദി പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. നാം കൂടുതലായിട്ട് പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ അള്ളാഹുലേക്ക് മടങ്ങണം. നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ വീഴ്ചകൾ എന്താണെന്ന് പരിശോധിച്ച് അത് വീക്ഷിച്ച് അത് പഠനം നടത്തി അതിന്റെ പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി നാം പ്രത്യേകിച്ച് പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് പ്രബോധകന്മാർ, പ്രത്യേകിച്ച് ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതിനുവേണ്ടി കച്ചകെട്ടി പുറപ്പെടണം. അത് നമ്മുടെ ബാധ്യതയാണ്, അത് നമ്മുടെ ചുമതലയാണ്. മദീന ഇമാമും ഇന്ന് ഉണർത്തിയതായ പല കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് റബ്ബുൽ ഇസ്സത്തിൻ ജല്ല ജലാലുഹു ഹകീമാണ്. ഹകീം എന്നതായ യുക്തിമാനാണ്. ആ യുക്തിമാൻ
റഹ്മാൻ എന്നതായ ആ പദപ്രയോഗം ഖുർആനിൽ വിട്ടുകടന്നതിനെ അദ്ദേഹം നിരത്തി വെച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. വളരെ അർത്ഥഗാംഭീര്യതയുള്ള പ്രസംഗങ്ങളാണ് നടന്നിരുന്നത് മദീനയിലും മക്കയെ പോലെ. അങ്ങനെയുള്ള ആ ഹിക്മത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഹിക്മത്ത് അതിൽപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇറക്കുക എന്നത്. അള്ളാഹുവിന്റെ കൗനിൽ നടക്കുന്ന ഹിക്മത്തിനെ കുറിച്ച് നമുക്കൊരു വിവരവുമില്ല. നാം അജ്ഞരാണ്. നമുക്കതിന്റെ ആഴത്തിൽ ഇറങ്ങി മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ നാം ഇതിൽ നിന്നൊക്കെ ബാഹ്യ രൂപത്തിൽ നിന്നിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു നമ്മെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അള്ളാഹു ഹക്കീമാണ്. എന്ത് ചെയ്യുമ്പോഴും അവൻ ഹക്കീമാണ്. അവന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ് നമ്മെ സൃഷ്ടിച്ചു. അവന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. പ്രപഞ്ചം എന്നത് ഇന്ന് വരേക്കും ആഗോള ഖഗോള ഭൂഗോള ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് കൂടി ചിന്തിച്ചിട്ട് നാം ജീവിക്കുന്നതായി ഈ ചെറിയ ഭൂഖണ്ഡമാകുന്ന അള്ളാഹുവിന്റെ അർശിലേക്കും അള്ളാഹുവിന്റെ കുർസിയിലേക്കും ഈ വിശാലമായ ആകാശ ലോകത്തിലേക്കും ചേർത്ത് നോക്കുമ്പോൾ ഈ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഒരു വെറും അണുവിന്റെ അത്ര മാത്രമാണ്. അതിലും ചെറിയതായ സാധനമാണ്. ഈ അണുവിന്റെ അകത്തുള്ളതായ ജനങ്ങളാണല്ലോ ഇവിടെ കങ്കേമന്മാരായിട്ട്, അഹങ്കാരികളായിട്ട് പലരും ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്ന പരീക്ഷണമാണ് ഈ വിശാലമായ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. അതിന്റെ പിന്നിൽ വളരെ വിശാലമായ ഹിക്മത്തുണ്ട്. ആ ഹിക്മത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ, നമുക്കറിയാൻ സാധിക്കുന്നതല്ല. പക്ഷേ അടിമകളാകുന്ന നമ്മളോട് അള്ളാഹുവിന്റെ കൽപ്പന, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ, നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ, നിങ്ങൾക്കൊന്ന് പഠനം നടത്തിക്കൂടെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിരീശ്വരവാദികൾ പറയും പോലെ പ്രകൃതിയുടെ വികൃതിയാണോ? അല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മഹാശക്തിയുണ്ടോ? മഹാശക്തി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൃത്യമായിട്ട് എങ്ങനെയാണ് സംഭവിക്കുക? കൃത്യമായിട്ടാണ് വെള്ളം ഇറങ്ങുന്നത്, കൃത്യമായിട്ടാണ് ഭക്ഷണം ഇറങ്ങുന്നത്, കൃത്യമായിട്ടാണ് നീ ഉമ്മാന്റെ വയറ്റിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ജീവിച്ചത്. ആ സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടതായ ചുറ്റുപാട് അവിടെ കൃത്യമായിട്ട് അള്ളാഹു ഉണ്ടാക്കി തരുന്നു. എന്നിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ 2 വർഷം മുലയൂട്ടാൻ വേണ്ടി പ്രത്യേകം വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഉണ്ടാക്കി തരുന്നു. അങ്ങനെ നിന്റെ ജീവിതത്തിലേക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, നിന്റെ പരിസരത്തിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആകാശത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് പരിചയമില്ല. ആകാശത്തിലും ഭൂമിയിലും അള്ളാഹുവിന് സേനകളുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ആ സേനകളെ കുറിച്ച് എന്താണ്, ആരാണ് എന്ന പിടിപാട് നമുക്കില്ല. നമുക്ക് അതിനെ കുറിച്ചുള്ള വിവരമില്ല. നമുക്ക് നിങ്ങൾക്ക് നൽകപ്പെട്ട വിജ്ഞാനം വളരെ ചുരുക്കമാണ്, വളരെ കുറവാണ്. നമുക്ക് പഠിക്കാൻ സാധിച്ച കാര്യങ്ങളെ കുറിച്ച് ഈ ഭൗതിക ലോകത്തിന്റെ ബാഹ്യമായ രൂപങ്ങൾ മാത്രമേ അവർക്ക് അറിയുന്നുള്ളൂ. അവർ പരലോകത്തിനെ കുറിച്ച് സ്മരിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്ന് അല്ലാഹു ഖുർആനിൽ അമുസ്ലിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സത്യനിഷേധികളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ശൈലിയുണ്ട്. അങ്ങനെയുള്ളതായ ആ ശൈലിയിലൂടെയും നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? അള്ളാഹുവിന്റെ ആ ഹിക്മത്ത്, വളരെ വിശാലമായ ഹിക്മത്ത്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം എന്ന് പണ്ട് അള്ളാന്റെ പരിസരത്തിൽ ജീവിക്കുന്ന മലക്കുകൾ തന്നെ പണ്ട് തന്നെ പറഞ്ഞു എന്നാണ്. മഹാനായ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ, ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ, ആദം അലൈഹിസ്സലാമിന്റെ മലക്കുകളെക്കാളും കൂടുതൽ വിജ്ഞാനം കാണിച്ചു കൊടുത്തപ്പോൾ അള്ളാഹുവിനോട് അവൻ സമ്മതിക്കുകയാണ്, സുബ്ഹാനക നീ പരിശുദ്ധനത്രേ, ലാ ഇൽമ ലനാ ഞങ്ങൾക്ക് ഒരു വിവരവുമില്ല, ഇല്ലാ മാ അല്ലംതനാ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച വിവരമല്ലാത്ത, ഇന്നക അൻതൽ അലീമുൽ ഹകീം നീ സർവജ്ഞാനിയാണ്, നീ ഹിക്മത്തിന്റെ ഉടമയാണ്, നീ യുക്തിമാനാണ്, നിന്റെ യുക്തിയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയുകയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ഹിക്മത്ത് വളരെ വിശാലമാണ്. അള്ളാഹുവിന്റെ പരിസരത്തിൽ ജീവിക്കുന്ന മലക്കുകൾ തന്നെ ഞങ്ങളെ കൊണ്ട് അറിയുകയില്ല നിന്റെ ഹിക്മത്ത് എന്താണ് എന്ന് സമ്മതിച്ചതായ ഭാഗമാണ്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ അള്ളാഹുയുടെ ജനങ്ങൾക്ക് അനുഗ്രഹം ഇറക്കുന്നു. ഫലാ മുംസിക ലഹ ആ അനുഗ്രഹത്തെ ഇറക്കുമ്പോൾ ആ അനുഗ്രഹത്തെ പിടിച്ചു വലിക്കാൻ, അതിനെ തടയാൻ ലോകത്തിൽ ആർക്കും സാധിക്കുന്നതല്ല, ലോകത്തിൽ അതിനാർക്കും കഴിയുന്നതുമല്ല. അതുപോലെ തന്നെ അള്ളാഹു ആരിൽ നിന്നിട്ട് അനുഗ്രഹം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ, തടയുകയാണെങ്കിൽ അള്ളാഹു അല്ലാത്ത ആരെ കൊണ്ടും അയാൾ അനുഗ്രഹിക്കാൻ സാധിക്കുന്നതുമല്ല. അവിടെയെല്ലാം അള്ളാഹു ഉപയോഗിച്ച പദം എന്താണ്? അസീസുൽ ഹകീം അവൻ മന്യനാണ്, അവൻ ഹക്കീമാണ്, യുക്തിമാനാണ്. അപ്പോൾ അള്ളാഹുവിന്റെ യുക്തിയെ കുറിച്ച് നമുക്ക് വിവരമില്ല. അതുകൊണ്ട് ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്, ഒരു മഹാനബിയെ കുറിച്ച്, അതിസുന്ദരനായ നബിയെ കുറിച്ച്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ. ആ സൂറത്തിന്റെ അവസാന ഭാഗം പരിശോധിച്ചാൽ കാണാം,
أبي إذ أخرجني من السجن وجاء بكم من البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم. വിശാലമായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ രസകരമായ, അള്ളാഹ് തന്നെ പറഞ്ഞ ശരിയാണ്, രസകരമായ ആ ഹിസ്റ്ററി കഴിഞ്ഞതിന്റെ ശേഷം, പ്രാക്ടിക്കലായി ആ ഹിസ്റ്ററി കഴിഞ്ഞ് അവസാനിച്ചതിന് ശേഷം വാപ്പയും ഉമ്മയും മക്കളും എല്ലാം ഒരുമിച്ച് കൂടി അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുന്ന വാക്കാണ്, അള്ളാഹു എന്നെ ആദരിച്ചു, അള്ളാഹു എന്നെ ബഹുമാനിച്ചു, എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജയിലിൽ നിന്നിട്ട് മോചിപ്പിച്ച സന്ദർഭത്തിൽ, അതുപോലെ തന്നെ നിങ്ങളെ, ഗ്രാമീണന്മാരായ നിങ്ങളെ, അത് ഉമ്മയെയും വാപ്പയെയും സഹോദരന്മാരെയും ഈ നാട്ടിലേക്ക് അഥവാ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന സന്ദർഭത്തിലും എന്റെയും എന്റെ സഹോദരന്മാരുടെ ഇടയിൽ പിശാചി കൈകടത്തി ഞങ്ങളുടെ ഇടയിൽ പ്രയാസമുണ്ടാക്കിയതിന്റെ ശേഷം അവര് യഥാർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം അല്ല ഇതിന് കാരണക്കാര് സഹോദരന്മാരാണ്. പക്ഷേ സഹോദരന്മാരെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ അദബിലും മര്യാദയിലും പെട്ടതാണ്, അദ്ദേഹത്തെ ഉൾക്കൊള്ളിച്ചിട്ടാണ് എന്റെയും നിങ്ങളുടെ ഇടയിൽ പിശാചി കൈ കടത്തിയതിന് ശേഷം എന്ന ആ ശൈലി. എന്നിട്ട് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഇന്ന റബ്ബി ലതീഫുൽ ലിമാ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുന്നതിലെല്ലാം, അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം സൂക്ഷ്മജ്ഞാനിയാണ് അവൻ. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, അവൻ സർവജ്ഞാനിയാണ്, അവൻ യുക്തിമാന് കൂടിയാണ്. അപ്പോൾ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന കറോണ യുഗമാവട്ടെ, കോളറ യുഗമാവട്ടെ, അല്ലെങ്കിൽ എന്ത് യുഗമാവട്ടെ, അങ്ങനെ എന്തെല്ലാം യുഗങ്ങൾ ലോകത്തിൽ വിട്ടുകിടന്നിട്ട് ഇനി വിട്ടുകിടക്കാൻ പോകുന്നുണ്ട് അള്ളാഹു നമുക്കറിയുകയില്ല. ഇങ്ങനെയുള്ള യുഗത്തിന്റെ പിന്നിലെല്ലാം ഹിക്മത്തുണ്ട്. നമുക്ക് ഹിക്മത്ത് അറിയാൻ സാധിച്ചോളമെന്നില്ല. നമ്മോട് പറഞ്ഞത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ നോക്കിക്കണ്ട് പഠിച്ചറിഞ്ഞ് അള്ളാഹിലേക്ക് മടങ്ങുക. അതാണ് പ്രശ്നം. നാം വെറും അടിമ മാത്രമാണ്. നാം അടിമത്തം സമ്മതിച്ചുകൊണ്ട്, ദാസത്വം സമ്മതിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ തലക്കുനിച്ചുകൊണ്ട്, അള്ളാഹുവേ നിന്റെ കൽപ്പന ഞാൻ അനുസരിച്ചു, നിനക്ക് ഞാൻ സുജൂദ് ചെയ്തു, നിനക്ക് ഞാൻ റുക്കൂ ചെയ്തു, നിന്റെ വിധി വിലക്കൽ ഞാൻ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ, ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ, ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ, എല്ലാ മേഖലകളിൽ ഞങ്ങളെല്ലാവരും നിന്റെ കൽപ്പനയെ നടപ്പാക്കാൻ തീരുമാനിച്ചു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട്, പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കുക. അതാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അതാണ് മദീന ഇമാം എന്ന് ഊന്നി പറഞ്ഞത്. ഷിട്ടികൾ എന്നിട്ട് അള്ളാഹുവിന് ആവശ്യമുള്ളത് അള്ളാഹിലേക്ക് മടങ്ങലും. അള്ളാഹു നേതാവാണ്, ഷിട്ടാവാണ്, ഖാലിഖാണ്, റാസിഖാണ്, അവനെയാണ് ആരാധിക്കേണ്ടത് എന്നത് സമ്മതിക്കണം ഷിട്ടികൾ. എന്നല്ലാതെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതായ റബ്ബിനെ ഒഴിവാക്കിയിട്ട് ഇതിലൊരു കയ്യുമില്ലാത്തതായ മനുഷ്യന്മാരെ, കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ തരം താഴ്ത്തി അള്ളാഹുവിന്റെ കഴിവ് കൽപ്പനയെ വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പന മുമ്പിൽ ചോദ്യചിഹ്നം ഉന്നയിപ്പിക്കുന്ന വിഭാഗത്തോട് അള്ളാഹ്ക്ക് കോപമാണ്, ശാപമാണ്. അത് ഏത് ഇനത്തിൽപ്പെട്ടവരായിരുന്നാലും, ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ, അവരെല്ലാം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ഏത് ഈ യുഗത്തോട് വിടവാങ്ങിക്കഴിഞ്ഞാൽ ലോകമേ ഇനിയെന്ത് എന്ന ചോദ്യത്തിന് നാം മക്ക ഇമാം ചോദിച്ച ചോദ്യം, മദീന ഇമാം സമാപനത്തിൽ പറഞ്ഞതായ പ്രശ്നം, ആ പ്രധാന പോയിന്റ് അതെന്താണ്? നാം നമ്മുടെ ജീവിതത്തിൽ കുറിക്കണം പ്രവർത്തനത്തിലൂടെ. ഇനിമേലിൽ റബ്ബേ ഞങ്ങളെല്ലാവരും നിന്റെ കൽപ്പന അനുസരിച്ച് ഇവിടെ നീ നിയോഗിച്ചതായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതം ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളിലേക്ക് സഹാബാക്കൾ എത്തിച്ചു തന്നിട്ടുണ്ട്, താബീങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം പൂർത്തിയായി എന്ന് പറഞ്ഞ ആ പൂർത്തിയായ മതം ഞങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ ആ മതത്തെ ഞങ്ങള് നടപ്പാക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഞങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറ്റം സമ്മതിക്കുന്നു, ഞങ്ങൾ പാശ്ചാത്തപ്പിക്കുന്നു, ഞങ്ങൾ ഖേദിക്കുന്നു. ഇനിമേലിൽ ഖബർ കെട്ടിപ്പൊക്കലില്ല. ഇനിമേലിൽ ഖബർ സന്ദർശനത്തിന് പകരം ഖബറിന്റെ പരിസരത്തില്ല പൂജയില്ല, അതിന്റെ പരിസരത്തുള്ളതായ ആന പോക്കില്ല, സന്തല് പോക്കില്ല, അനിസ്ലാമിക പൂരങ്ങളും നേർച്ചകളുമില്ല. അന്യ മതസ്ഥരുമായുള്ളതായ അതേ ആചാരം, അതേ രൂപത്തിലുള്ളതായ ശൈലി ഞങ്ങൾ
മുസ്ലിങ്ങളാവുമ്പോൾ ഇനി ചെയ്യൂല റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, അവർക്ക് അവരുടെ മതം, ഞങ്ങൾക്ക് നീ ഇറക്കിയ മതം ഞങ്ങൾ പ്രീതിപ്പെട്ടു എന്ന് ഞങ്ങൾ തൊള്ള കൊണ്ട് എപ്പോഴും പറയുന്നത് പോലെ ഇനിമേലിൽ ആ മതം അനുസരിച്ചിട്ടേ ജീവിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് നീ ഇറക്കി അയച്ചു തന്നതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയിൽ ഞങ്ങൾ പ്രീതി അടഞ്ഞു. റളീതു ബില്ലാഹി റബ്ബാ, റബ്ബായ നിന്നെ രക്ഷിതാവായി ഞങ്ങൾ പ്രീതിപ്പെട്ടു. വബിൽ ഇസ്ലാമി ദീന, നീ ഇറക്കിയതായ മതമാകുന്ന ഈ ശരീഅത്തിനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ അത് പ്രീതിപ്പെട്ടു സ്വീകരിച്ചു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിലാണ് നടക്കാം ഞങ്ങൾ പിൻപറ്റേണ്ട, ഞങ്ങൾ അനുകരിക്കേണ്ട, ഞങ്ങൾ അനുസരിക്കേണ്ട ഞങ്ങളുടെ അനിശ്ചിത നേതാവാണ് അദ്ദേഹം, അവർ എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, എന്നിട്ട് അനുസരിച്ച് ജീവിക്കുന്നു എന്ന് നാം തൊള്ള കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ പ്രവർത്തനം കുറിക്കണം. അതാണ് അള്ളാഹുവിന് വേണ്ടത്. ഇങ്ങനെയുള്ളതായ യുഗങ്ങൾ വിട്ടുകടക്കുമ്പോൾ, ഇങ്ങനെയുള്ള പരീക്ഷകൾ വിട്ടുകടക്കുമ്പോൾ, അതാണ് ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ ഭാഗം. അള്ളാഹ് ചോദിക്കുന്നു, ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? ജനങ്ങൾ എന്നതാണ് ഇവിടെ മനുഷ്യന്മാരും മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവർക്കും ബാധകമാണ് ഈ വാക്ക്. അള്ളാന്റെ വാക്കാണ്, അള്ളാന്റെ കൽപ്പനയാണ്, അള്ളാഹുന്റെ അത്ഭുത ഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ വചനമാണ്. അഹസിബന്നാസു, മനുഷ്യന്മാർ തെറ്റിദ്ധരിച്ചു പോയോ? അയ്യുത്രക്കു, അവരെ ഞാൻ വെറുതെ വിടുമെന്ന്. അയ്യഖൂലു ആമന്ന, അവരെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ചിലർ പറയും ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചു, ഞങ്ങൾ ഏക വിശ്വാസത്തിലാണ്, അള്ളാഹനെ മാത്രമേ ഞങ്ങൾ ധ്യാനിക്കുന്നുള്ളൂ, അള്ളാഹനെ മാത്രമേ ഞങ്ങൾ പൂജിക്കുന്നുള്ളൂ എന്ന് പറയും. പോരാ, അള്ളാഹു പറയുന്നത് ഇവിടെ അള്ളാഹുനെ മാത്രം ആരാധിക്കുക എന്നതോടൊപ്പം അള്ളാഹു ഇറക്കിയതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുകയും അള്ളാഹനെ ആരാധിക്കേണ്ടത് ആ റസൂല് കുറിച്ച രൂപത്തിലായിരിക്കുകയും വേണം. അവിടെയാണ് അള്ളാഹനെ പ്രീതിപ്പെടുത്തുക. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത് എന്ത്? ഒബിൽ ഇസ്ലാമി ദീന ഒബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, ഇസ്ലാമാകുന്ന ഈ മതത്തെ ദീനായി ഞങ്ങൾ പ്രീതിപ്പെട്ടു അംഗീകരിച്ചു. ഒബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ നേതാവായി ഞങ്ങൾ അംഗീകരിച്ചു, റസൂലായി ഞങ്ങൾ അംഗീകരിച്ചു, ആ റസൂലിൽ ഞങ്ങൾ വിശ്വസിച്ചു. ഈ റസൂലായി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ആ റസൂല് പറയുന്നതായ എല്ലാ പ്രവർത്തനങ്ങൾ അത് എ മുതൽ സെറ്റ് വരെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ, അത് ഞാൻ സൂചിപ്പിച്ച ഖബർ കെട്ടൽ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതം, നമ്മുടെ കുട്ടികൾക്കുള്ള ശിക്ഷണം, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യാപാരം, നമ്മുടെ ജീവിത രീതി, ആ സകലം അത് ഇനിമേലിൽ എന്ത് വേണം? ഈ കൊറോണ യുഗത്തോട് വിടവാങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് സത്യപ്രതിജ്ഞ ചെയ്യുക എല്ലാവരും. മുസ്ലിങ്ങൾ അതുപോലെ തന്നെ മനുഷ്യന്മാർ ആ സകലം ഇനി ദൈവത്തിലേക്ക് മടങ്ങാൻ, ഇനി അള്ളാഹുലേക്ക് മടങ്ങാൻ, ഇനി സർവശക്തനായ റബ്ബിലേക്ക് മടങ്ങാൻ, യഥാർത്ഥ സൃഷ്ടാവ്, യഥാർത്ഥ റബ്ബ്, യഥാർത്ഥ നേതാവ്, യഥാർത്ഥ ഇലാഹ് അതാരാണ് എന്നത് മനസ്സിലാക്കാൻ ഇവിടെ ധാരാളം വ്യക്തികൾ ദൈവമാണെന്ന് വാദിക്കുന്നുണ്ട്. അവരെല്ലാം മരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ പെട്ടാളാണ് ഫറോവ. ലോകത്തിൽ മൂസ, നിനക്ക് അങ്ങനെ ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിനെ ശിക്ഷിച്ച ദൈവം ഞാനാണെന്നൊക്കെ പറഞ്ഞതായ ആ വീമളക്കിയതായ ആ മനുഷ്യനെ വരെ ലോകത്തോട് വിടവാങ്ങി. ആ വിടവാങ്ങിയ സംഭവം ലോകമാസകലം സമ്മതിക്കുന്നതും അറിയുന്നതുമായ യാഥാർത്ഥ്യമാണ്. അവരുണ്ടാക്കിയ പെരുമിടം ഇന്ന് വരെ ലോകത്തിൽ അവിടെ തലപൊക്കി നിൽക്കുന്നുണ്ട്. ലോകത്തിന് മുമ്പിൽ ചിഹ്നമാണത്, വെല്ലുവിളിയാണ്. അവരെ കൊണ്ട് ഒന്നും സാധിച്ചിട്ടില്ല. എത്ര ഫറോവമാര് വന്നവർക്ക് സാധിക്കാത്തതുപോലെ വരാൻ പോകുന്നവർക്കും സാധിക്കുന്നതല്ല. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം മുഹമ്മദ് നബിയെ ദൂതരായി അംഗീകരിച്ചിട്ട് അവർ കൊണ്ടുവന്നതായ ആ റിസാലത്തിനെ അംഗീകരിക്കുക, അവരുടെ ബാക്കിൽ ആണ് നടക്കുക. എന്നിട്ട് അവർ നമുക്ക് പഠിപ്പിച്ച രൂപത്തിൽ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, മുഹമ്മദ് നബി പറഞ്ഞ വാക്കാണ്, ബുഖാരിയിലുള്ളതാണ്. എന്നെ നിങ്ങൾ എങ്ങനെ നമസ്കരിക്കുന്ന കണ്ടു അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. അതുപോലെ തന്നെ ലാ അൽഖാകും ബഅദ ആമി ഹാദാ, നിങ്ങൾ അടുത്ത വർഷം എന്നെ കണ്ടില്ലെന്ന് വന്നേക്കാം ഹജ്ജത്തുൽ വദാഇൽ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ചെയ്യുന്നതായ ഹജ്ജിനെ നിങ്ങൾ ശരിക്കും പഠിക്കുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അപ്പൊ റസൂൽ എങ്ങനെ നോമ്പ് പിടിച്ചു, റസൂൽ എങ്ങനെ സക്കാത്ത് കൊടുത്തു, റസൂൽ എങ്ങനെ ഹജ്ജ് ചെയ്തു, റസൂൽ എങ്ങനെയാണ് ഭാര്യമാരുമായി പെരുമാറിയത്, റസൂൽ എങ്ങനെയാണ് വ്യക്തി ജീവിതം ഉണ്ടായത്, റസൂൽ ജനങ്ങളോട് പെരുമാറിയ പെരുമാറ്റം എങ്ങനെയാണ്, അവരുടെ സ്വന്തം അഖ്ലാഖ് എങ്ങനെ ഏത് രൂപത്തിലായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ആ പരിസരത്തിൽ ജീവിച്ചിരുന്ന സഹാബാക്കളോടുള്ള പെരുമാറ്റ രീതി എന്തായിരുന്നു, ഇതെല്ലാം അവിടെ മായാതെ മങ്ങാതെ സ്വർണ്ണ ലിപികൾ കൊണ്ട് കുറിക്കപ്പെടേണ്ട പദമായിട്ട് നമ്മുടെ മുമ്പിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്, സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്, സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. അത്
അതുകൊണ്ട് ആർക്കും അള്ളാഹിന് മുമ്പിൽ പഠിക്കാൻ പറ്റിയില്ല, അറിയാൻ പറ്റിയില്ല, അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞ് കൈമർത്താൻ ഈ വാട്സാപ്പ് യുഗത്തിൽ, ഈ നെറ്റ് യുഗത്തിൽ ഒരു നിലക്കും സാധിക്കുന്നതല്ല. അള്ളാഹു തെളിവ് സ്ഥാപിച്ചിരിക്കുകയാണ്, തെളിവ് നിരത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മുമ്പുള്ളവരെ എല്ലാം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, അക്കൂട്ടത്തിൽ നിങ്ങളും ഞാൻ പരിശോധിച്ചു. ആ പരീക്ഷണത്തിലൂടെ അള്ളാഹു ആരാണ് സത്യസന്ധർ അക്കൂട്ടത്തിൽ. ഈ പരീക്ഷണം നേരിടുന്ന സന്ദർഭത്തിൽ അതിനെ സത്യസന്ധതയോടുകൂടി കണ്ട് മടങ്ങുന്നവരാര് എന്ന് അള്ളാഹു പ്രവർത്തനത്തിലൂടെ അവരുടെ ജീവിതത്തിലൂടെ കണ്ടു പണ്ട് കാലഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ അലമന്നൽ കാദിബീൻ, ആരായിരുന്നു കള്ളന്മാർ, ആരായിരുന്നു കളവ് പറഞ്ഞവര്, ആരായിരുന്നു സത്യസന്ധത പുലർത്താത്തവര് പണ്ടുള്ള കാലഘട്ടങ്ങളിൽ. അതുപോലെയാണ് ഇന്നും, ഇതുപോലെയാണ് എന്നും എന്നതാണ് നിങ്ങൾ ഈ കേട്ടതായ ആയത്ത് കുറിക്കുന്നത്. ഇത് മദീന ഇമാമ് എന്ന് ഖുതുബയുടെ അവസാന ഭാഗത്തുള്ളതായ ആയത്തുകളിൽ പെട്ടതാണ്. ഇതും നമുക്ക് പഠിപ്പിക്കുന്ന പാഠം മക്ക ഇമാമ് നമ്മോട് സൂചിപ്പിച്ചതായ അതേ തത്വം തന്നെയാണ്. അഥവാ നാം അള്ളാഹുലേക്ക് തവക്കലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവിടെയുള്ള സർവ്വ സംഭവ വികാസങ്ങളുടെ മുമ്പിലും പിമ്പിലും വർക്ക് ചെയ്യുന്നതായ മഹാശക്തി. ആ ശക്തനിൽ വിശ്വസിച്ച്, ആ ശക്തനെ അംഗീകരിച്ച്, ആ ശക്തിയെ അംഗീകരിച്ച്, ആ റബ്ബിൽ വിശ്വസിച്ച്, ആ റബ്ബ് അയച്ചതായ നബിമാരിൽ വിശ്വസിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ അവസാന ദൂതനും ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരുമായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി ഇവിടെ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച ലോകാത്ഭുത ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ അലീമിനെ ശരിക്ക് എ മുതൽ സെഡ് വരെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അതിന്റെ വിശദാംശമാകുന്ന സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തുകളെ, ഹദീസുകളെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി നമ്മുടെ വ്യക്തി ജീവിതം, സാമൂഹിക ജീവിതം, രാഷ്ട്രീയ ജീവിതം, സാമ്പത്തിക ജീവിതം എല്ലാം അതാക്കി മാറ്റുക. അങ്ങനെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പരീക്ഷണത്തിലൂടെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നാം എത്തിയവരായി മാറി. അപ്പോൾ അള്ളാഹു നമുക്ക് തയ്യാർ ചെയ്തു വെച്ചതായ രമ്യഹർമ്മ്യങ്ങളിലേക്ക്, പൂന്തോപ്പുകളിലേക്ക്, കൊട്ടാരങ്ങളിലേക്ക്, ഹൗറുല്യങ്ങളിലേക്ക്, ആ വിശാലമായ സ്വർഗലോക ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങളെ പകർത്തുവാനും അള്ളാഹുന്റെ പ്രീതികരമാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിയതായ ഈ പരീക്ഷണം, ഇനി കഴിഞ്ഞു പോയ പരീക്ഷണം, വരാൻ പോകുന്ന പരീക്ഷണം, ആ പരീക്ഷണങ്ങളെയെല്ലാം ക്ഷമ കൈകൊണ്ടുകൊണ്ട് അതിനെ ഹൃദയ സംതൃപ്തിയോടുകൂടി അംഗീകരിച്ച് സ്വീകരിച്ച് അള്ളാഹുവിന്റെ ഭാഗത്തിലിട്ട് വരുന്നിടത്ത് വരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതുപോലെ നടക്കട്ടെ. അതിൽ നിന്നും നമുക്ക് ചോദ്യചിഹ്നം വെക്കാനുള്ളതായ അധികാരം ഇല്ലേ ഇല്ല. നമുക്ക് അതിന് കീഴടങ്ങലല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കൾ കീഴടങ്ങി, അള്ളാഹുവിന്റെ കൽപ്പന കീഴടങ്ങി, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി, ദാസികളായി ജീവിക്കാൻ വേണ്ടി പാടുപെടുക. അതാണ് നാം ഇന്ന് മക്ക ഇമാമിന്റെയും മദീന ഇമാമിന്റെയും പ്രസംഗത്തിന്റെ രക്തചുരുക്കമായി മനസ്സിലാക്കിയത്. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതായ കാര്യങ്ങളിൽ വല്ല തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാഫി ചെയ്തിരുമാറാവട്ടെ. ഇതൊരു സൽക്കർമ്മമായി നമ്മളിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ജനങ്ങളിൽ ഇറക്കിയതായ, ലോകത്തിറക്കിയതായ ഈ പരീക്ഷണം, ഈ വിശാലമായി വ്യാപകമായി കൊണ്ടേയിരിക്കുന്ന, എല്ലാവരും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ, എല്ലാ ഇനത്തിലും എല്ലാ വർഗത്തിലും പെട്ടവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഈ പ്രയാസത്തിൽ നിന്നിട്ട് പെട്ടെന്ന് മോചനം നൽകണ രക്ഷിതാവേ, ലോകത്തിന് ദൂരപ്പെടുത്തുന്ന രക്ഷിതാവേ. എന്നിട്ട് നീ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കാനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേനാഥ, ഉണ്ടാക്കി തരണേനാഥ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد الاسلام والمسلمين واراد بلاد الحرمين سوءا اللهم فاشغله في نفسي. اللهم اجعل تدميره يا حي يا قيوم. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم انا نسالك العفو والعافيه في الدين والدنيا والاخره انك على كل شيء قدير. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.